ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മാൻ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ആനന്ദ് ഏകർഷി തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ആട്ടം എന്ന സിനിമ കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. സിനിമയിൽ നിന്ന് എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഡീറ്റെയിലുകളും അതുകൂടാതെ സിനിമ അവശേഷിപ്പിച്ചിട്ടുള്ള ഒരു പ്രധാന ചോദ്യമായിട്ടുള്ള ആ ക്രൈം ചെയ്തത് ആരാണ് എന്നതിന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു ഉത്തരവുമാണ് ഈ വീഡിയോയുടെ ഞാൻ പറയാനായി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം സിനിമയിലെ ചില പ്രധാന ഡീറ്റെയിലുകൾ നോക്കാം. അതിൽ ആദ്യത്തേത് സിനിമയുടെ പേര് തന്നെയാണ്. ആട്ടം എന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ആ പ്രോഗ്രാമിനെ തന്നെയാണ്. എന്നിരുന്നാലും ഇതുകൂടാതെ ഇവരുടെ മനസ്സിന്റെ ചാഞ്ചാട്ടം എന്നുള്ള രീതിയിലും ഇതിനെ നമുക്ക് കണക്കാക്കാം. അതായത് സിനിമയുടെ തുടക്കത്തിൽ ഹരിയാണ് അത് ചെയ്തതെന്ന് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുകയാണെങ്കിൽ എല്ലാവരും അഞ്ജലിയുടെ ഭാഗത്ത് നിൽക്കാമെന്ന് ഉറപ്പിക്കുന്നുണ്ട്. എന്നാലും ഒരു ഘട്ടം കഴിയുമ്പോൾ ഹരി ആ ഒരു ഓഫർ ഇവരുടെ മുന്നിലേക്ക് കൊടുത്ത ശേഷം എല്ലാവരുടെയും മനസ്സ് അവിടെ നിന്നും മാറിപ്പോകുന്നുണ്ട്. ഒരു കൊമ്പിൽ നിന്നും മറുകൊമ്പിലേക്ക് ചാടുന്നു എന്ന് പറയുന്നത് പോലെ അവരുടെ മനസ്സെല്ലാം ചാഞ്ചാടി പോവുകയാണ്. സോ ഈ ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ കൂടി വേണ്ടിയാകാം ആട്ടം എന്ന പേര് തന്നെ സെലക്ട് ചെയ്തത്. കൂടാതെ ഈ ഒരു കൊമ്പിൽ നിന്നും മറുകൊമ്പിലേക്ക് ചാടി എന്നുള്ള കാര്യമെല്ലാം നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത് കുരങ്ങന്മാരെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഇതും ഈ സിനിമയിൽ കണക്ട് ചെയ്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് ഇവർ അവതരിപ്പിക്കുന്ന ആ പ്ലേയുടെ പേര് കപില പുരാണം എന്നാണ്. ഇത് പുരാണങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു കഥയായിരിക്കാം. എന്നിരുന്നാലും ഈ കപിലൻ എന്ന പേര് കൊണ്ട് സൂചിപ്പിക്കുന്നത് കുരങ്ങന്മാർ അല്ലെങ്കിൽ കുരങ്ങന്മാരുടെ നേതാവ് എന്നെല്ലാമാണ്. ഇവരുടെ ഈ സ്വഭാവത്തെ ഇവരെല്ലാം തന്നെ ഒരു കൊമ്പിൽ നിന്നും മറുകൊമ്പിലേക്ക് ചാടി പെട്ടെന്ന് തന്നെ അവരുടെ സ്വഭാവങ്ങളെല്ലാം മാറ്റി എന്നുള്ള കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാകാം ഇത്തരമൊരു പേര് തന്നെ, ഇത്തരമൊരു പ്ലേ തന്നെ അവിടെ സെലക്ട് ചെയ്തത്. മൂന്നാമത്തത് സമയവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതായത് ഇവിടെ അഞ്ജലി ഉൾപ്പെടെ 13 പേരാണ് ആ പ്ലേയുമായി കണക്ട് ചെയ്ത് വന്നിരിക്കുന്നത്. അതിൽ ബാക്കിയുള്ള 12 ആണുങ്ങളാണ് സംശയത്തിന്റെ നിഴലിൽ വരുന്നത്. സോ ഇങ്ങനെ 12 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഒരു പക്ഷേ സമയമാകും, ക്ലോക്ക് ആകും. അങ്ങനെയെങ്കിൽ ഈ അഞ്ജലിയെ ആ സമയത്തിന്റെ ക്ലോക്കിന്റെ സെന്ററിൽ നിർത്തുകയാണെങ്കിൽ ബാക്കിയുള്ള 12 പേരും ക്ലോക്കിന്റെ 12 ഭാഗങ്ങളായി കണക്കാക്കാം. സോ അഞ്ജലി എന്ന കേന്ദ്രബിന്ദുവിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന 12 ഭാഗങ്ങൾ പോലെയാണ് ഈ 12 പേരെയും ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഷെൽവൻ അഞ്ജലിയെ മദന്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടി വിളിക്കുന്ന സീനിൽ വിനയ് അഞ്ജലിക്ക് ഷെൽവന്റെ ഫോൺ എടുക്കരുത് എന്ന് കാണിച്ചുകൊണ്ടൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. ആ സമയം അതിന് തൊട്ടു മുന്നേയുള്ള അഞ്ജലിയുടെയും വിനയുടെയും മെസ്സേജുകൾ നോക്കുകയാണെങ്കിൽ അതിൽ വിനയ് ഇമോജി എല്ലാം യൂസ് ചെയ്തിരിക്കുന്നതായി കാണാം. എന്നാൽ അഞ്ജലിയുടെ മെസ്സേജിൽ അങ്ങനെയൊന്നുമില്ല. സോ ഒരുപക്ഷെ വിനയ് കുറച്ചുകൂടി ഹാപ്പിയാണ്, അല്ലെങ്കിൽ അത്ര നിരാശനൊന്നുമല്ല. എന്നാൽ അഞ്ജലി ഇത്തരത്തിലുള്ള ചാറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇമോജികളൊന്നും യൂസ് ചെയ്യാനോ ഉള്ളൊരു മാനസികാവസ്ഥയിലല്ല എന്നുള്ള കാര്യം കാണിക്കാനായിരിക്കാം ഈ ഒരു ഷോട്ട് നല്ല രീതിയിൽ തന്നെ കാണിച്ചിരുന്നത്. കൂടാതെ നേരത്തെ സമയത്തെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ഇതിൽ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളും നല്ല രീതിയിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അതായത് സിനിമയുടെ തുടക്കം ഹരി തെറ്റ് ചെയ്തതാണെന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ ഹരിയെ ശിക്ഷിക്കണം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയം പുറത്ത് നല്ല വെയിലെല്ലാം കാണിച്ചിരുന്നു. എന്നാൽ ഹരിയുടെ ആ ഓഫർ വന്ന് ഇവരുടെ മനസ്സിലെല്ലാം കുറച്ചെങ്കിലും വ്യത്യാസം വന്ന ശേഷം പെട്ടെന്ന് അവിടെല്ലാം കാർമേഘം വന്ന് ഇരുട്ടുന്നതായി കാണിക്കുന്നുണ്ട്. ഇതും അവരുടെ മനസ്സിൽ വന്ന ചേഞ്ചിനെയാണ് ആ കാലാവസ്ഥയിൽ വന്ന മാറ്റം കൊണ്ട് കാണിച്ചിരിക്കുന്നത്. പിന്നെ സിനിമയുടെ ഏറ്റവും അവസാനം അഞ്ജലി ആ പുതിയ ടീമുമായി ചേർന്നുകൊണ്ട് അത്തരത്തിലൊരു പ്രോഗ്രാം അവതരിപ്പിച്ച ശേഷം പണ്ട് അഞ്ജലിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ കാണിക്കുമ്പോൾ ഇത് കുറച്ചു കാലത്തിന് ശേഷമുള്ള കഥയാണെന്ന് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അത് പലരുടെയും താടിയിൽ നിന്നും ആ പ്രായമായ ആളുടെ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്ന പാടിൽ നിന്നുമെല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ഇതുകൂടാതെ ഷെൽവൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ മുന്നേ പറയുന്നുണ്ട് തൻ്റെ മുടിയെല്ലാം നരച്ചതാണ്, താൻ ഇത് ഡൈ ചെയ്തുകൊണ്ട് നടക്കുകയാണെന്ന്. എന്നാൽ ഈ സമയം അയാൾ ഡൈ ചെയ്യാതെ അയാളുടെ മുടിയെല്ലാം പഴയ രീതിയിൽ നരച്ചിട്ടിരിക്കുന്നതായി കാണിക്കുന്നതിലൂടെയും അയാളുടെ അപ്പോഴുള്ള മാനസികാവസ്ഥയും സ്വഭാവത്തിൽ വന്നിട്ടുള്ള വ്യത്യാസവും കാണിക്കുന്നു. സോ ഇനി പ്രധാന പോയിന്റിലേക്ക് വരാം. ആരാണ് അഞ്ജലിയോട് മോശമായി പെരുമാറിയിട്ടുള്ളത്? അതിനാദ്യം തന്നെ ഏതെല്ലാം രീതിയിൽ ഏതെല്ലാം ആളുകൾ വരാൻ ചാൻസ് ഉണ്ട് എന്ന് സിനിമയിൽ കാണിച്ചിട്ടുണ്ട് എന്ന് നോക്കാം. അതായത് അഞ്ജലി പറയുന്ന പ്രധാനപ്പെട്ട തെളിവുകൾ ഹരിയുടെ കാറിന്റെ കീ തനിക്ക് കിട്ടിയിട്ടുണ്ട്, കൂടാതെ ഹരിയുടെ സ്പ്രേയുടെ മണവും അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. അതിൽ നന്ദൻ എന്ന ക്യാരക്ടർ ആദ്യത്തെ ആ കപിലപുരാണം പ്ലേ നടക്കുന്ന സമയത്ത് തന്നെ ആ സ്പ്രേ അവിടെയുള്ള എല്ലാവരുടെയും ദേഹത്ത് അടിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. ആ പ്രായമായ ആളുടെ ദേഹത്ത് മാത്രം അടിക്കുന്നതായി കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള 11 പേരും, ഹരി ഉൾപ്പെടുന്ന ബാക്കിയുള്ള 11 പേരും സംശയത്തിന്റെ നിഴലിലാണ്.
അതിൽ വിനയ് എന്ന കഥാപാത്രത്തിന് ഹരിയോട് ദേഷ്യമുള്ളത് കൊണ്ട് അയാളെ പുറത്താക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു കാര്യം ചെയ്യാൻ സാധ്യതയുണ്ട്. രണ്ടാമത്, ഈ സ്പ്രേ കൂടുതലായി ഉപയോഗിച്ചിട്ടുള്ളതും ഹരിയുടെ കാറിന്റെ കീ എടുത്തുകൊണ്ട് സിഗരറ്റ് എടുക്കാനായി പോയിരുന്ന നന്ദൻ എന്ന ക്യാരക്ടർ അതുവഴി പോയിട്ടുള്ളത് കൊണ്ടും അയാളാകാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് അയാൾ തലവേദനയ്ക്കുള്ള ഗുളിക മേടിക്കാൻ പോയതാണെങ്കിലും അതിനുശേഷമോ മറ്റോ വീണ്ടും വന്നുകൊണ്ട് ഇത്തരത്തിലൊരു കാര്യം ചെയ്തിരിക്കാം. കൂടാതെ ഇതുപോലെ തന്നെ ഹരിയുടെ വണ്ടിയിൽ നിന്ന് മദ്യമെടുക്കാൻ പോകുന്ന ഈ രണ്ട് കഥാപാത്രങ്ങളാകാനും ചാൻസ് ഉണ്ട്. അവർ പരസ്പരം ഈ ഒരു കാര്യത്തെപ്പറ്റി തർക്കിക്കുന്നതായും കാണിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ സുധീർ എന്ന കഥാപാത്രം ആ ഒരു രാത്രി പോൺ വീഡിയോ കാണുന്നതായി കാണിച്ചിരുന്നു. അയാളാണ് പോൺ വീഡിയോ കണ്ടതെന്ന് ജോളി എന്ന കഥാപാത്രം ബ്ലൂടൂത്ത് സ്പീക്കറിലൂടെ ശബ്ദം കേട്ടതിൽ നിന്നും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇതുകൂടാതെ തന്നെ ഈ സുധീർ എന്ന കഥാപാത്രം അഞ്ജലി പൂൾ സൈഡിൽ നിൽക്കുമ്പോൾ അവളുടെ നെഞ്ചത്തേക്ക് നോക്കിക്കൊണ്ട് വൈഫിനോട് അവളോട് ഡ്രസ്സ് മര്യാദക്കിടാൻ പറയുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ മറ്റൊരു ഷോട്ടിലും അഞ്ജലി പൂൾ സൈഡിൽ നിൽക്കുമ്പോൾ സുധീർ അഞ്ജലിയുടെ ബാക്കിലേക്ക് നോക്കുന്നതായും കാണിച്ചിട്ടുണ്ട്. സോ ഇതെല്ലാം കൊണ്ട് തന്നെ പോൺ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന സുധീറിന് ആ ഒരു മൂഡ് വരികയും ഒരുപക്ഷെ അഞ്ജലിയെ ഉപദ്രവിച്ചിരിക്കാനും സാധ്യതയുണ്ട്. സുധീർ പോൺ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും അതിന്റെ ശബ്ദം ബ്ലൂടൂത്ത് സ്പീക്കറിലൂടെ കേട്ടിട്ടുള്ളത് ജോളി എന്ന കഥാപാത്രമാണ്. കൂടാതെ ആ സമയം അയാളുടെ കാമുകിയുമായി കുറച്ച് പിണങ്ങിയിരിക്കുന്ന അവസ്ഥയിലുമാണ്. അതും പോരാഞ്ഞിട്ട് ബാക്കിയുള്ളവരെല്ലാം പൂളിൽ വീണ് അവരുടെ കെട്ടുവിട്ടു പോവുകയും എന്നാൽ അതുവരെ മദ്യം കഴിക്കാതിരുന്ന ജോളി അതിനുശേഷം കാമുകിയുമായി പിണങ്ങിയ ശേഷം എല്ലാ മദ്യവും മിക്സ് ചെയ്ത് കഴിക്കുന്നതായും കാണിച്ചിട്ടുണ്ട്. സോ ഇതെല്ലാം കൊണ്ട് ഇങ്ങനെ മദ്യം മിക്സ് ചെയ്ത് കഴിച്ചിരിക്കുന്നത് കൊണ്ടും ആ കാമുകിയുമായിട്ട് പിണങ്ങിയിട്ടുള്ളതും പോൺ വീഡിയോയുടെ ശബ്ദം കേട്ടത് കൊണ്ടുമെല്ലാം ഇയാളും തിരിച്ച് റൂമിലേക്ക് വരുന്ന വഴി ഇത്തരത്തിലൊരു കാര്യം ചെയ്തിരിക്കാനും മദ്യത്തിന്റെ ലഹരിയിൽ ഒരുപക്ഷെ അയാളത് മറന്നുപോയിരിക്കാനും ചാൻസ് ഉണ്ട്. ഇനി അമ്പലത്തിൽ ജോലി ചെയ്യുന്ന ആളിലേക്ക് വരികയാണെങ്കിൽ അയാൾക്ക് ആ ഹോട്ടലിലുണ്ടായിരുന്ന CCTVയെ കുറിച്ച് പേടിയുണ്ടായിരുന്നുവെന്ന് മദൻ പറയുന്നുണ്ട്. സോ അതിൽ നിന്നും അയാളിലേക്കും സംശയം വരാം. ഇതുകൂടാതെ ഈ മദൻ എന്ന ക്യാരക്ടറിനും ആ ഒരു CCTVയെ കുറിച്ച് പേടിയുള്ളത് പോലെയാണ് കാണിച്ചിരിക്കുന്നത്. ഇനിയുള്ളത് പ്രശാന്ത് എന്ന കഥാപാത്രമാണ്. അഞ്ജലി ആ രാത്രി പ്രശാന്തിന്റെ പ്രണയം നിരസിച്ചത് കൊണ്ട് ആ ഒരു ദേഷ്യത്തിൽ തിരിച്ച് പ്രശാന്ത് ഇത്തരത്തിലൊരു കാര്യം ചെയ്തിരിക്കാനും ചാൻസ് ഉണ്ട്. പിന്നെയുള്ളത് ഷെൽവൻ എന്ന ആ പ്രായമായ കഥാപാത്രമാണ്. അയാളിലേക്ക് ചെല്ലുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്നുമില്ല, എങ്കിലും ആ സ്പ്രേ അയാളും അഴിച്ചിട്ടുണ്ട് എന്നത് ഒരു കാരണമാണ്. കൂടാതെ അയാൾ നേരത്തെ നരച്ച തലമുടിയെല്ലാം ഡൈ ചെയ്ത് നടക്കുന്നതായും എന്നാൽ അഞ്ജലി അവിടം വിട്ട് പോയതിനു ശേഷം ഡൈ ചെയ്യാതെ നരച്ച മുടിയോടുകൂടി നടക്കുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. സോ ഒരുപക്ഷെ അയാൾ അങ്ങനെ ചെറുപ്പമായി നടക്കാനെല്ലാം ശ്രമിച്ചതും മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി ആയിരിക്കാം. സോ ഇങ്ങനെ ഏകദേശം 10 പേരെയും നമുക്ക് സംശയത്തിന്റെ നിഴലിൽ നിർത്താം. ഇതിൽ ബാക്കിയുള്ള 2 പേരെന്ന് പറയുന്നത് ഹരിയും ആ പ്രായമായിട്ടുള്ള ആളുമാണ്. പ്രായമുള്ള ആളെ ഇതിലേക്ക് അധികം കണക്ട് ചെയ്യാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഹരിയുടെ കാര്യവും ഹരി അല്ല അത് ചെയ്യാൻ സാധ്യതയുള്ളതെന്ന് സിനിമയുടെ അവസാനം ഏകദേശം വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. സോ അങ്ങനെയെങ്കിൽ ഈ 10 പേരിൽ ആരാകും അത് ചെയ്തിരിക്കുന്നത് എന്നതിന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഉത്തരമാണ് ഇനി പറയാനായി പോകുന്നത്. അതായത് സിനിമയുടെ തുടക്കത്തിൽ ഇവർ കളിക്കുന്ന ആ കപിലപുരാണം എന്ന പ്ലേയും സിനിമയുടെ അവസാനത്തിലെ ആ പ്ലേയും സിനിമയുടെ കഥയും കണക്ട് ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം തമ്മിൽ നല്ല രീതിയിൽ കണക്ട് ആയിട്ടാണ് കിടക്കുന്നതെന്ന് കാണാം. അതായത് അവസാനത്തെ ആ പ്ലേയിൽ അഞ്ജലി ഒഴിച്ച് ബാക്കിയുള്ള 12 പേരും മുഖംമൂടിയുടെ അകത്താണെന്നും അതിൽ കുറ്റം ചെയ്തത് ആരാണെന്ന് തെളിഞ്ഞിട്ടില്ല എന്ന രീതിയിലും കാണിക്കുന്നുണ്ട്. സിനിമയുടെ തുടക്കത്തിലെ ആ കഥയിലും കുറെ പേർ ഏകദേശം ഫ്രണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന 9 പേർ മുഖംമൂടി ഇട്ടിരിക്കുന്നതായിട്ടും പുറകിൽ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്ന 2 പേർ മുഖംമൂടി ഇടാത്തതായിട്ടും പിന്നെ ഫ്രണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഷാജോൺ മുഖംമൂടി ഇട്ടിട്ടില്ല എന്നും കാണിക്കുന്നുണ്ട്. അതിൽ ഫ്രണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നവരിൽ അഞ്ജലി ഒഴിച്ച് ഷാജോന്റെ കഥാപാത്രം മാത്രമാണ് മുഖം വ്യക്തമാക്കി കാണിക്കുന്നത്. ബാക്കി എല്ലാവരും മുഖംമൂടിയുടെ മറവിലാണ് നിൽക്കുന്നത്. ഇതേപോലെ തന്നെയാണ് റിയൽ ലൈഫിൽ ആ ഇൻസിഡന്റ് നടന്നതിന് ശേഷം ഷാജോണിനെ എല്ലാവരും കുറ്റക്കാരനാണ്, അയാളുടെ മുഖം വ്യക്തമാക്കി പറയുകയും ബാക്കിയുള്ളവരെല്ലാം എന്തോ കള്ളത്തരങ്ങൾ ഒളിപ്പിച്ചുകൊണ്ട് മുഖംമൂടിയുടെ മറവിലുമാണ് നിൽക്കുന്നത്. കൂടാതെ ആ കപിലപുരാണം എന്ന കഥയിൽ ഷാജോന്റെ കഥാപാത്രത്തെ അഞ്ജലിയുടെ കഥാപാത്രം വെറുക്കുന്നതായിട്ടും വിനയുടെ കഥാപാത്രത്തെ പ്രണയിക്കുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. റിയൽ ലൈഫിലും ഇതുപോലെ തന്നെ അഞ്ജലി വിനയെ പ്രണയിക്കുകയും ഷാജോന്റെ കഥാപാത്രത്തെ വെറുക്കുകയുമാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ മുഖംമൂടിയുടെ മറവിൽ ഒളിച്ചിരിക്കുന്ന കുറെ ആളുകളും ഒരാളുടെ മുഖം വ്യക്തമാക്കുന്ന രീതിയിലും ഷാജോൺ അഞ്ജലിക്ക് എതിർപ്പുള്ള ആളായിട്ടും വിനയ് പ്രണയിക്കുന്ന ആളായിട്ടും ഈ 2 കാര്യങ്ങളും കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ കുറ്റക്കാരനാണെന്ന് അല്ലെങ്കിൽ അഞ്ജലി വെറുക്കുന്നതായിട്ടുള്ള ഷാജോന്റെ കഥാപാത്രം ആ കഥയിൽ ഒരാളുടെ മുഖംമൂടി വലിച്ചെറിഞ്ഞ് അയാളുടെ മുഖം വ്യക്തമാക്കി കാണിക്കുന്നുണ്ട്, അതായത് വിനയുടെ കഥാപാത്രത്തിന്റെ. സോ അങ്ങനെ നോക്കുമ്പോൾ റിയൽ ലൈഫിലും അഞ്ജലി വെറുക്കുന്ന ഷാജോന്റെ കഥാപാത്രം നല്ലവനായും അഞ്ജലി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന വിനയാണ് യഥാർത്ഥത്തിൽ കുറ്റക്കാരനെന്നും അയാളുടെ മുഖംമൂടിയാണ് മാറ്റി അയാളുടെ മുഖം വ്യക്തമാക്കേണ്ടത് എന്നുമായിരിക്കാം സൂചിപ്പിക്കുന്നത്.
അതിനുള്ള കാരണം തന്റെ നായകസ്ഥാനം ഹരി തട്ടിയെടുത്തതും താൻ സ്നേഹിക്കുന്ന പെണ്ണിനോട് കുറച്ച് അധികം അടുപ്പം ഹരി കാണിക്കുന്നതുമായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് എനിക്ക് ഈ സിനിമ കണ്ടതിന് ശേഷം കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള ഒരു ഉത്തരം. ഇനി ഇതല്ല നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്താം. വീഡിയോ ഇവിടെ അവസാനിക്കുന്ന. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.